മത്തനും പയറും ചേർന്നിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. തേങ്ങ എല്ലാം അരച്ച് ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ പയറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്താൽ മതി. ഇനി ഇതിനെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി അങ്ങോട്ട് വേവിച്ചെടുക്കരുത്. ഒരു പകുതി മുക്കാൽ ഭാഗം വേവാകുമ്പോൾ തന്നെ ഇതിനെ തുറന്നെടുത്തേക്കണം. ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് വേവിച്ചെടുക്കേണ്ടത്. ഒത്തിരി വെന്ത് പോവാതെ നോക്കണം. ഇനി അതിലേക്ക് പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുള്ള മത്തനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച് വരുന്ന സമയത്ത് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോവാതെ പയറെടുത്തേക്കണം. അല്ലെങ്കിൽ ഇതിൽ മത്തനും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെന്ത് വരുമ്പോഴത്തേന് പയർ ഒത്തിരി ജ്യൂസ് അടിച്ച പോലെ ആയിപ്പോവും. ഇതിലിങ്ങനെ കുറച്ച് പയറിങ്ങനെ കെടുക്കണം. അതിൽ ഒത്തിരി അങ്ങോട്ട് വെന്ത് പോവാതെ, എന്നാൽ വേവും വേണം. ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയുടെ അല്ലി, 2 പച്ചമുളക്, കുറച്ച് ജീരകം കൂടി, നല്ല ജീരകമാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് പയറങ്ങ് അതേപോലെ ഈ മത്തനും അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകരുത്. ഇതേപോലെ മത്തൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കഷ്ണങ്ങൾ എടുക്കണം. ഈ ഒരു പരുവത്തിന് ആവുമ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ആ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങോട്ട് ഇട്ടിട്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് ഇട്ടിട്ട് തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയും അതേപോലെ ഉണക്കമുളക് വേണമെങ്കിൽ അത്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്ത്, കടുകും വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ വെളിച്ചെണ്ണയിലാണ് വറവിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കറി എടുക്കേണ്ടത്. ഒത്തിരി അങ്ങോട്ട് ലൂസാവരുത്. ഒത്തിരി അങ്ങോട്ട് ലൂസായി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കറിക്ക്. കുറച്ചൊരു തിക്കായിട്ട് വേണം എടുക്കാനായിട്ട്. ചോറിലേക്കും കഞ്ഞിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മത്തനൊരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. ആ ഒരു മധുരത്തോട് കൂടിയിട്ട് ചുമ്മാ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.